നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളൊക്കെ തന്നെ നിർണ്ണയിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിന് പിന്നാലെ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ ഭരണമാറ്റത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും മറുനാടൻ മലയാളി പുറത്തുവിട്ടിരിക്കുന്ന സർവേയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്തുടനീളം വോട്ടർമാർക്കിടയിൽ നടത്തിയ വിപുലമായിട്ടുള്ള ചില സർവേ റിപ്പോർട്ടുകളും ശാസ്ത്രീയമായ കണക്കെടുപ്പുകളും ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ UDF കേവല ഭൂരിപക്ഷത്തിന് അപ്പുറം വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് ഇവിടെ മറുനാടൻ്റെ സർവേയിൽ കാണാൻ സാധിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ ശക്തമാണെന്ന വിലയിരുത്തലുകൾ ശരിവെക്കുന്ന തരത്തിലാണ് വടക്കൻ കേരളം മുതൽ തെക്കൻ ജില്ലകൾ വരെയുള്ള ഏകദേശ ഫലങ്ങളൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത്. 80 മുതൽ 99 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിലേറുമെന്നും ഇടതുമുന്നണിക്ക് 37 മുതൽ 57 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂവെന്നും മറുനാടൻ്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന വടക്കൻ കേരളത്തിലെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഇക്കുറി UDFന് വലിയ കരുത്തായിട്ട് മാറിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ തന്നെ ലീഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടായ വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനം അത് ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് നിന്നിരുന്ന പല മുസ്ലിം വോട്ട് ബാങ്കും ഇക്കുറി UDFിലേക്ക് തിരിച്ചു പോയതായിട്ടാണ് കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അഴീക്കോട് പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലും ഈ വോട്ട് വിഹിതത്തിലെ മാറ്റം അത് UDFന് വിജയസാധ്യത കൽപ്പിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ CPM കോട്ടകളിൽ പോലും വിമത സ്വരങ്ങളും വിഭാഗീയതയുമൊക്കെ തന്നെ ഈ ഫലത്തെ സ്വാധീനിക്കുമെന്ന റിപ്പോർട്ടുകൾ ഭരണപക്ഷത്തിന് ആശങ്ക നൽകുന്ന ഒന്ന് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ അവിടെ മഞ്ചേശ്വരത്തും അതോടൊപ്പം തന്നെ കാസർഗോഡും UDFന് വ്യക്തമായ മേൽക്കൈ പ്രവചിക്കപ്പെടുന്നു. മഞ്ചേശ്വരത്ത് ഇക്കുറി ജാതി രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ മതപരമായിട്ടുള്ള വോട്ട് ധ്രുവീകരണവും UDFന് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദുമയിലും കാഞ്ഞങ്ങാടും കടുത്ത പോരാട്ടം നടക്കുമ്പോഴും തൃക്കരിപ്പൂർ പോലെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ LDFന് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരുന്നുണ്ട്. ജില്ലയിൽ 2 സീറ്റുകൾ ഉറപ്പായിട്ടും UDFന് ലഭിക്കുമെന്നും ബാക്കിയുള്ളവയിൽ കടുത്ത പോരാട്ടമാണെന്നുമാണ് മറുനാടൻ്റെ എക്സിറ്റ് പോൾ പറയുന്നത്. BJPയുടെ സാന്നിധ്യം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പലയിടത്തും UDFൻ്റെ എഡ്ജ് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഈ കണ്ണൂർ ജില്ലയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഇക്കുറി പ്രവചനാതീതമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. തളിപ്പറമ്പ്, കൂത്തുപറമ്പ് തുടങ്ങിയ CPMൻ്റെ കുത്തക മണ്ഡലങ്ങൾ, ഉരുക്ക് കോട്ടകളിലൊക്കെ തന്നെ പോലും ഇത്തവണ അട്ടിമറി സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ചും PK ഗോവിന്ദനെ പോലെയുള്ളവർ പാർട്ടി വിട്ട് UDF പാളയത്തിൽ സജീവമായത് CPMൻ്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ KK ശൈലജയെ പോലെയുള്ള പ്രമുഖർക്ക് പോലും അട്ടിമറി ഭീഷണിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സർവേ ഫലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അമ്പരപ്പിക്കുന്നതാണ്. കണ്ണൂരിൽ 4 സീറ്റുകൾ UDF നേടുമ്പോൾ 5 സീറ്റുകളിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നതാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2 മണ്ഡലങ്ങളിൽ ഇപ്പോഴും ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഇനി വയനാട് ജില്ല പരിശോധിച്ചാൽ അവിടെ പൂർണ്ണമായിട്ടും UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇത്തവണ കാണാൻ സാധിക്കുന്നത്. മാനന്തവാടി, അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നീ 3 മണ്ഡലങ്ങളിലും വലിയ അട്ടിമറികളില്ലാതെ UDF വിജയിക്കുമെന്ന് എക്സിറ്റ് പോള് വ്യക്തമാക്കും. മന്ത്രി OR കേളുവിനെ പോലെയുള്ള പ്രമുഖർക്ക് പോലും വയനാട്ടിലെ ഭരണവിരുദ്ധ വികാരം മറികടക്കാനായിട്ട് കഴിയില്ലെന്നാണ് സൂചന. വികസന മുരടിപ്പും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളുമൊക്കെ തന്നെ ജില്ലയിലെ വോട്ടർമാരെ സർക്കാരിനെതിരെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന പല മലയോര മേഖലകളും ഇക്കുറി UDFനൊപ്പം ഉറച്ചുനിന്നു എന്നതാണ് പ്രധാന മാറ്റം. ഇനി കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം UDFന് അനുകൂലമായി മാറിയിരിക്കുന്നു എന്നത് അത് അപ്രതീക്ഷിതമാണ്. 13 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ ബേപ്പൂർ, ഏലത്തൂർ, ബാലുശ്ശേരി എന്നീ 3 സീറ്റുകളിൽ മാത്രമാണ് LDFന് നിലവിൽ ഉറച്ച വിജയസാധ്യത ഉള്ളത് തന്നെ. വടകര, കുറ്റിയാടി, നാദാപുരം, കൊടുവള്ളി തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ UDFൻ്റെ അടിത്തറ ശക്തമാണെന്ന് സർവേകൾ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കരുത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും ഒക്കെ തന്നെ ജില്ലയിലെ 8 സീറ്റുകളിൽ UDFനെ വിജയത്തിലേക്ക് ഒരുപക്ഷെ നയിച്ചേക്കാം. ഇനി പേരാമ്പ്രയിലേക്ക് വന്ന പേരാമ്പ്രയിലും കോഴിക്കോട് നോർത്തിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇവിടെ BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് വിനയാകുമെന്ന് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതായിട്ട്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ ഇക്കുറിയും UDFൻ്റെ പവർ ഹൗസായിട്ട് അത് തുടരുന്നതായിരിക്കും. ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ ആധികാരികമായിട്ടുള്ള വിജയം നേടുമെന്നാണ് എക്സിറ്റ് പോൾ കണ്ടെത്തുന്നത്. കഴിഞ്ഞ തവണ LDF വിജയിച്ച തവനൂർ, പൊന്നാനി, തിരൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇക്കുറി ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു. CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച പൊന്നാനിയിൽ പോലും UDFന് വലിയ മുന്നേറ്റമുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. KT ജലീലിന് സ്വാധീനമുള്ള മേഖലകളിൽ പോലും ഇക്കുറി ജനവികാരം അനുകൂലമല്ല. മുസ്ലിം ലീഗിൻ്റെ മികച്ച സംഘടനാ പ്രവർത്തനവും വോട്ടർമാരുടെ ഏകീകരണവും മലപ്പുറത്ത് സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കാനായിട്ട് UDFനെ സഹായിച്ചിട്ടുണ്ട്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പാലക്കാട് ജില്ലയിൽ CPMൻ്റെ സ്വാധീനത്തിന് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചതായിട്ട് സർവേകൾ വിലയിരുത്തുന്നുണ്ട്.
12 മണ്ഡലങ്ങളിൽ 10 എണ്ണത്തിലും കഴിഞ്ഞ തവണ വിജയിച്ച ഇടതുപക്ഷത്തിന് ഇക്കുറി 6 സീറ്റുകളിൽ മാത്രമേ ഉറപ്പുള്ളൂ. ഇനി തൃത്താലയിലേക്ക് വരുമ്പോൾ തൃത്താലയിൽ MP രാജേഷ് തോൽക്കുമെന്നും VT ബൽറാം അവിടെ വിജയിക്കുമെന്നുമാണ് പ്രവചനം. മണ്ണാർക്കാട് UDF നിലനിർത്തും. ഷാഫി പറമ്പലിൻ്റെ സ്വാധീനം ജില്ലയിൽ UDFന് ഗുണകരമായി മാറിയിട്ടുണ്ട്. പട്ടാമ്പിയിലും കൊങ്ങാടുമൊക്കെ തന്നെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അതേസമയം മലമ്പുഴ, തരൂർ, അതോടൊപ്പം തന്നെ ആലത്തൂർ തുടങ്ങിയ തങ്ങളുടെ ഉറച്ച സീറ്റുകൾ നിലനിർത്താനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കുമെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് വലിയൊരു തിരിച്ചുപോക്ക് നടത്തുമെന്നാണ് സൂചന. K. കരുണാകരൻ്റെ കാലത്തിന് ശേഷം ജില്ലയിലുണ്ടായ രാഷ്ട്രീയ തകർച്ചയ്ക്ക് ശേഷം ഇക്കുറി UDF 4 സീറ്റുകൾ വരെ അവിടെ പിടിച്ചെടുക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. TN പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വം മണലൂരിൽ UDFന് ഒരു കരുത്തായി മാറിയിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിലും ഇക്കുറി UDF വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇനി ഇരിങ്ങാലക്കുടയിലേക്ക് വരുമ്പോൾ അവിടെ മന്ത്രി R. ബിന്ദുവിനെതിരെ ശക്തമായ ജനവികാരം അവിടെ ദൃശ്യമാണ്. ചാലക്കുടി UDF നിലനിർത്തുമെങ്കിലും കൊടുങ്ങല്ലൂർ, അതോടൊപ്പം തന്നെ ഗുരുവായൂർ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJP വോട്ടുകൾ ആര് നേടും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ അന്തിമ ഫലമെന്ന് പറയുന്നത്. ഇനി എറണാകുളത്തേക്ക് വന്നാൽ അവിടെ എറണാകുളം ജില്ലയിൽ UDFൻ്റെ തട്ടകമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 13ലും UDF വിജയിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. മന്ത്രി P. രാജീവ് കളമശ്ശേരിയിൽ പരാജയപ്പെടുമെന്നാണ് എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. വൈപ്പിനിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് നേരിയ വിജയസാധ്യത പ്രവചിക്കപ്പെടുന്നത്. 2020 ഉണ്ടാക്കിയ സ്വാധീനം ഇക്കുറി കുറഞ്ഞത് UDFന് കുന്നത്തുനാട് പോലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ഗുണമായി മാറി. ക്രൈസ്തവ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ജില്ലയിലുടനീളം UDFന് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ UDF വ്യക്തമായിട്ടുള്ള മുൻതൂക്കം നിലനിർത്തുന്നുണ്ട്. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് സർവേകളൊക്കെ തന്നെ പ്രവചിക്കുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളും UDF തൂത്തുവാരുമെന്നാണ് സൂചന. മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്നത് കേരള കോൺഗ്രസ് M വിഭാഗത്തിന് വലിയൊരു ആഘാതമായിരിക്കും ഉണ്ടാക്കുക. MM മണിയുടെ വ്യക്തിപ്രഭാവം ഉടുമ്പൻചോലയിൽ ഗുണം ചെയ്യുമോ എന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. എങ്കിലും അവിടെയും UDF മുന്നേറ്റമാണ് തീർച്ചയായിട്ടും എക്സിറ്റ് പോൾ കാണിക്കുന്നത്. ദേവികുളം, ഇടുക്കി, പീരുമേട് എന്നീ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കർഷക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പരാതികളും ഭരണപക്ഷത്തിന് ജില്ലയിൽ വിനയായി മാറിയിട്ടുണ്ട്. ഇനി കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുന്നതായിട്ട് എക്സിറ്റ് പോൾ വിശകലനം ചെയ്യുന്നു. 9 മണ്ഡലങ്ങളിൽ 5 എണ്ണം അത് തീർച്ചയായിട്ടും UDF നേടുമ്പോൾ LDF 2 ഇടത്തേക്ക് ചുരുങ്ങപ്പെടും. പാല, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കുന്നതിനാൽ തന്നെ അവിടെ വിജയിയെ പ്രവചിക്കുക അസാധ്യമാണ്. ഷോൺ ജോർജിൻ്റെ സാന്നിധ്യം പാലായിൽ ഫലത്തെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. വൈക്കവും കാഞ്ഞിരപ്പള്ളിയും നിലനിർത്താനായിട്ട് LDFന് സാധിക്കുമെങ്കിലും ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ്റെ പരാജയം ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമായിരിക്കും ഉണ്ടാക്കുക. ക്രൈസ്തവ വോട്ടുകൾ വീണ്ടും UDFലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് കോട്ടയത്തെ പ്രധാന മാറ്റമെന്ന് പറയുന്നത്. ഇനി ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ CPMൻ്റെ കരുത്തുറ്റ മണ്ഡലങ്ങളിൽ പോലും UDF വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ഹരിപ്പാട് ഒഴികെ എല്ലാ സീറ്റും കൈവശം വെച്ചിരുന്ന LDFന് ഇക്കുറി 3 സീറ്റുകൾ മാത്രമേ ലഭിക്കാനിടയുള്ളൂ. G. സുധാകരൻ്റെ സ്വാധീനം അമ്പലപ്പുഴയിൽ LDFന് ഒരുപക്ഷെ തുണയായേക്കാം. എന്നാൽ അരൂർ, കായംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ UDF വ്യക്തമായ മേൽക്കൈ നേടിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ജയിക്കുമെന്നും ചെങ്ങന്നൂരും അതോടൊപ്പം തന്നെ മാവേലിക്കരയും LDF നിലനിർത്തുമെന്നും പ്രവചിക്കപ്പെടുന്നു. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അവിടെ 5 മണ്ഡലങ്ങളിൽ UDF 3 സീറ്റുകൾ വരെ നേടുമെന്ന് കരുതപ്പെടുന്നുണ്ട്. കോന്നിയിലാകട്ടെ CPM സ്ഥാനാർത്ഥിക്ക് വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. കൊല്ലം ജില്ലയിലെ വിശകലനം അനുസരിച്ച് 5 സീറ്റുകളിൽ UDF വിജയിക്കുമെന്ന് കാണപ്പെടുന്നു. ചവറ, കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കുണ്ടറ, കൊല്ലം ടൗൺ എന്നിവിടങ്ങളിലൊക്കെ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് വീശുന്നത്. കൊട്ടാരക്കരയിൽ മന്ത്രി ബാലഗോപാലും പത്തനാപുരത്തെ KV ഗണേഷ് കുമാറും കടുത്ത പോരാട്ടത്തിലാണ്. ഇവിടെ ഫലം ആർക്കും അനുകൂലമായി മാറാം. ചാത്തന്നൂരിൽ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും LDFൻ്റെ വിജയസാധ്യതയെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. തിരുവനന്തപുരത്ത് BJP 2 സീറ്റുകൾ, അതായത് നേമം അതോടൊപ്പം തന്നെ കഴക്കൂട്ടം വരെയൊക്കെ നേടാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. നഗരമേഖലകളിലൊക്കെ തന്നെ BJPയും അതോടൊപ്പം തന്നെ UDFും തമ്മിലാണ് പലയിടത്തും പ്രധാന പോരാട്ടം നടക്കുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സമഗ്രമായിട്ട് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നത് വ്യക്തമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം, മുസ്ലിം വോട്ടുകളുടെയൊക്കെ തന്നെ ഏകീകരണം, ശബരിമല വികാരം, ക്രൈസ്തവ വോട്ടുകളുടെയൊക്കെ തന്നെ മടങ്ങിവരവ് എന്നീ 4 ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചതെന്നാണ് മറുനാടൻ ഇവിടെ പ്രവചിക്കുന്നത്. UDFന് 80 മുതൽ 99 വരെ സീറ്റുകൾ ലഭിക്കുമ്പോൾ 21 മണ്ഡലങ്ങളിലെ കടുത്ത മത്സരം ഇതിൽ ഒരു മാറ്റം വരുത്തിയേക്കാം. എങ്കിലും നിലവിലെ ട്രെൻഡ് അനുസരിച്ച് UDF വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ തിരിച്ചെത്തുമെന്നാണ് എക്സിറ്റ് പോളിൻ്റെ അന്തിമ റിപ്പോർട്ട്. ഇത് കേവലം ഒരു പ്രവചനം മാത്രമാണെങ്കിലും തീർച്ചയായിട്ടും ജനമനസ്സിൻ്റെ ഏകദേശ ചിത്രം ഇതിലിപ്പോൾ പ്രതിഫലിക്കുന്നുണ്ട്.